നമ്മൾ ഇനി പോകുന്നത് കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ഇന്ന് സ്വമേധയാ സ്വീകരിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് CBI സമർപ്പിക്കുകയും ചെയ്യും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CBI റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡോക്ടർമാരുടെ തുടർ സമര പരിപാടികൾ നടക്കുക. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുമെന്നാണ് സൂചന. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ആദിൽ, ഇന്നിപ്പോൾ കോടതിയിൽ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഒപ്പം ഈ CBI റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനനുസരിച്ചുള്ള തുടർ സമര പരിപാടികളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ നീക്കം? ഒപ്പം ഈ നുണപരിശോധന, ഈ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ നുണപരിശോധന അത് വിധേയനാക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട്? ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേസിനെ സംബന്ധിച്ചിടത്തോളം. സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ കഴിഞ്ഞ ദിവസം കൽക്കട്ട പോലീസിനെയും ബംഗാൾ സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. CBIയുടെ റിപ്പോർട്ട് ഇന്ന് സുപ്രീം കോടതിക്ക് നൽകും. എന്തൊക്കെയാണ് അന്വേഷണ പുരോഗതി? ഇപ്പോഴും സഞ്ജയ് റോയ് എന്ന സിവിക് പോലീസ് വോളണ്ടിയറിൽ മാത്രമാണോ ഈ കൊലപാതക കേസ് അന്വേഷണം നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് വിദ്യാർത്ഥികളാകെയും മാതാപിതാക്കളും ചോദിച്ചിരുന്നു. എന്താണ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായത്? സന്ദീപ് ഘോഷിനെ 6 ദിവസം, മുൻ പ്രിൻസിപ്പലിനെ 6 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടും അറസ്റ്റിലേക്കോ മറ്റോ കടന്നിട്ടില്ല. മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. അപ്പോൾ അന്വേഷണം ഇപ്പോഴും ഒരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിയിൽ തട്ടി നിൽക്കുകയാണോ എന്ന ചോദ്യത്തിന് ഇന്ന് CBI സുപ്രീം കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഒപ്പം കൽക്കട്ട പോലീസിനോട് കഴിഞ്ഞ 14-ാം തീയതി നടന്ന ആശുപത്രി അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ ലഭിക്കുമെന്ന് നമുക്കും മാധ്യമങ്ങൾക്കും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേസ് അന്വേഷണം ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇന്നൊരു വ്യക്തതയുണ്ടാകും. അതനുസരിച്ചായിരിക്കും തുടർ സമര പരിപാടികൾ തീരുമാനിക്കുക വിദ്യാർത്ഥികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ 2-3 അപ്ഡേഷൻ കൂടി ഇത് സംബന്ധിച്ച് കേസ് സംബന്ധിച്ച് വരുന്നുണ്ട്. പ്രധാനമായും പുതിയ പ്രിൻസിപ്പലിനെ നിയോഗിച്ചിരുന്നു. സന്ദീപ് ഘോഷിനെ മാറ്റിയ സമയത്ത് തന്നെ പുതിയ പ്രിൻസിപ്പലിനെ കോളേജിൽ നിയോഗിച്ചിരുന്നു. ഈ പുതിയ പ്രിൻസിപ്പലിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. ഈ കോളേജ് അതിക്രമിക്കുമ്പോഴും അതിന് പിന്നാലെയും വിഷയത്തിൽ കൃത്യമായി ഇടപെടാൻ പ്രിൻസിപ്പൽ മാനേജ്മെന്റും തയ്യാറായില്ല എന്നതായിരുന്നു വിദ്യാർത്ഥികളുടെ ആക്ഷേപം. ഈ ആക്ഷേപം പരിഗണിച്ചുകൊണ്ട് ബംഗാൾ ആരോഗ്യ വകുപ്പ് ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഇപ്പോഴുള്ള പ്രിൻസിപ്പലിനെയും ഒപ്പം മാനേജ്മെന്റ് തലത്തിലുള്ള വൈസ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് അടക്കമുള്ള 4 പേരെ നീക്കാനുള്ള തീരുമാനം ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം CBI കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. സന്ദീപ് ഘോഷിന്റെ ഡ്രൈവർക്ക് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം സന്ദീപ് ഘോഷിന്റെ വാഹനം പൂർണ്ണമായി പരിശോധിക്കുകയും ചെയ്തു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നത് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തുമോ CBI എന്നതാണ് ചോദ്യം. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കും തുടർ പരിപാടികൾ. ശ്രുതി, അതിൽ നമുക്കറിയാം, രാജ്യത്തെ തന്നെ നടുക്കി അരും കൊലയായിരുന്നു കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകം. അഭയക്ക് നീതി ലഭിക്കും വരെ പ്രതിഷേധം തുടരാനാണ് ഡോക്ടർമാർ അടക്കമുള്ളവരുടെ തീരുമാനം. നമുക്കറിയാം, ഇന്ന് കേസിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ പ്രതിഷേധം മറുവശത്ത് കനക്കുകയാണ്. അതിൽ നമുക്കറിയാം, അന്വേഷണം ഏതൊക്കെ രീതിയിൽ വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അഭയയുടെ ഇരയായ യുവ ഡോക്ടറുടെ ചിത്രങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കണമെന്ന് IT മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പുതിയ പ്രിൻസിപ്പലിനെ നീക്കം ചെയ്തിരിക്കുന്നു. ഒരു വശത്ത് പ്രതിഷേധം കനക്കുമ്പോൾ മറുവശത്ത് നിയമ നടപടികളും മുന്നോട്ടാണ് പോകുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തെല്ലാമാണ് അതിൽ? കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും സന്ദീപ് ഘോഷിനെ ഇന്നും ചോദ്യം ചെയ്തേക്കും. തുടർച്ചയായി 6 ദിവസമാണ് സന്ദീപ് ഘോഷിനെ 74 മണിക്കൂർ ചോദ്യം ചെയ്തത് CBI. പക്ഷേ ഒരു നടപടിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. സന്ദീപ് ഘോഷിന്റെ ഡ്രൈവറെ കൂടി ചോദ്യം ചെയ്യണമെന്നതാണ് CBIയുടെ തീരുമാനം. സന്ദീപ് ഘോഷിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. പ്രത്യേകിച്ച് സന്ദീപ് ഘോഷ് ചില അനധികൃത ഇടപാടുകൾ ആശുപത്രി കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു എന്നത് വ്യക്തമാണ്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലാകും ഇന്നുണ്ടാവുക. വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.